നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന മൗണ്ടനറിങ്ങിന് പോകുമ്പോൾ ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന വേറൊരു ഐറ്റമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇത് നമ്മൾ ലൈറ്റ് കാണിച്ചു തരാം. എമർജൻസി ലൈറ്റ്, ഫോഗിലൂടെ പോവുകയാണെങ്കിൽ മഞ്ഞ, ഡേഞ്ചർ ആണെങ്കിൽ റെഡ്, മിന്നി കാണിക്കുന്ന റെഡ്. പിന്നെ അതുപോലെ തന്നെ ഇത് മൾട്ടിപർപ്പസ് ആണ്. ഇതിന് നമുക്ക് ദാണ്ട എന്തെങ്കിലും ബോട്ടിലിൻ്റെ ക്യാപ്പ് ഹൂക്ക് ചെയ്തിടാൻ പറ്റും. താണ്ട് അതുപോലെ ബോട്ടിലിൻ്റെ ക്യാപ്പ് എടുക്കണമെങ്കിൽ കട്ട് ചെയ്യണമെങ്കിൽ ഒക്കെ ഇത് യൂസ് ചെയ്യാം. ബെൽറ്റ് കട്ട് ചെയ്യാൻ യൂസ് ചെയ്യാം. സോ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള സാധനം. ഇങ്ങനെ ഒരു ഐറ്റം നിങ്ങൾ എപ്പോഴും മൗണ്ടനറിങ്ങിന് കരുതണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് രാത്രിയിലൊന്ന് ലൈറ്റ് എടുക്കണമെങ്കിൽ ഒക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട്. ഇത് ചാർജ് ചെയ്യുന്ന സാധനമാണ്, നല്ല പവർഫുൾ ലൈറ്റാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്ത് കറക്റ്റ് നല്ല എല്ലാ ഐറ്റംസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ പല രണ്ടുപേരും കൂടെ കൊണ്ടുപോയി, എൻ്റെ മോളുടെയും കൂടിയാണ്. രണ്ടുപേരുടെയും സാധനങ്ങൾ ഞങ്ങൾ നിരത്തി വെക്കുന്നുണ്ട്. ഇനി ഇത് പാക്ക് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഇനി മേടിക്കാൻ വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ഇപ്പോൾ ഇത് പാക്ക് ചെയ്യാനുണ്ട്. പാക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളെല്ലാം മുകളിലോട്ട് വെക്കും. എല്ലാം നിങ്ങളെ പരിചയപ്പെടുത്തിയ ഒട്ടുമിക്ക സാധനങ്ങളും ഇതിലുണ്ട്. പരിചയപ്പെടുത്താത്തതായിട്ടൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ട്രക്കിങ്ങിന് പോകുമ്പോൾ വേണ്ടുന്ന കംപ്ലീറ്റ് ഒരു ഡീറ്റെയിൽ സ്റ്റഡി തന്നെ നടത്തിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ മേടിച്ചത്. ഇനിയും കാണും എന്തെങ്കിലുമൊക്കെ മിസ്സിങ്, കാരണം ഓർമ്മയില്ല. പിന്നെ വെയിറ്റ് കുറച്ചാണ് കൊണ്ടുപോകാൻ പറ്റുന്നത് കൊണ്ട് ഇതിൻ്റെ അകത്ത് ക്യാഷ്യൂസും ഓർണമെൻറ്റ്സും എൻ്റെ സിസ്റ്റർ മേടിക്കുക, അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. ഇതിപ്പോൾ ഈ എടുത്തേക്കുന്ന സാധനങ്ങൾ ഈ നമ്മുടെ പേഴ്സണൽ ഐറ്റംസ് ഒഴിച്ചാൽ ബാക്കി നമ്മൾ 4 പേർക്ക് കൂടെ, 4 പേർക്കെന്ന് വെച്ചാൽ ലേഡീസ് ഐറ്റം ഒഴിച്ചാൽ ബാക്കി ഒരാളും കൂടി എൻ്റെ ബ്രദറുണ്ട്. അപ്പോൾ അവന് ഉള്ള പേഴ്സണൽ ഐറ്റം ഒഴിച്ചാൽ നമ്മളിത് പൊതുവായിട്ടുള്ള കാര്യങ്ങളെല്ലാം 4 പേർക്ക് കൂടെ ഇട്ടാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലഗേജ് നമ്മളിത് പാക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഓരോ ഐറ്റം ഓരോരുത്തർക്ക് വെച്ച് മീൻസ് വേണ്ടുന്ന സാധനങ്ങൾ പേഴ്സണൽ ഐറ്റംസ് വെച്ചാൽ ബാക്കിയെല്ലാം വേറെ ബാഗുകളിൽ ഒരുമിച്ച് വയ്ക്കാനാണ് സാധ്യത. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. ഇത് ഞാനൊരു സ്പെയർ എടുത്തത്, എൻ്റെ സ്പെക്സിൻ്റെ കൂടെ ഒരു സ്പെക്സ് ഞാൻ വെച്ചതാണ്. അഡീഷണൽ മേടിച്ച് സ്പെക്സ് എല്ലാം നൈസ് ആൻഡ് കറക്റ്റാണ് വാങ്ങിയത്. കൂടുതലും ക്വാളിറ്റി ഐറ്റംസാണ് ഞാൻ എടുത്തേക്കുന്നത്. കാര്യം എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ നമുക്ക് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലമാണ്. ഇത്രയും പ്രിക്കോഷൻസ് വേണമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഞാൻ 52 വയസ്സാണ്. അപ്പം നമ്മുടെ ഏജ് വളരെ പ്രധാനമാണ്. നമുക്ക് എപ്പോഴാണ് ടയേർഡ്നെസ് വരുന്നതൊന്നും അറിയാൻ പറ്റില്ല. സോ മാക്സിമം നമ്മൾ പ്രിക്കോഷൻസ് എടുത്താൽ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് പോയിട്ട് വരാം. പിന്നെ അത് കഴിഞ്ഞാൽ 7 ദിവസം ഞങ്ങൾ നേപ്പാൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കോസ്റ്റ്യൂംസ് നമുക്ക് വേണ്ടുന്ന ബനിയൻ ഇതൊക്കെ കഴിഞ്ഞാൽ ട്രക്കിങ് കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ നോർമലി അവിടുത്തെ മാർക്കറ്റിൽ നിന്ന് തന്നെ മേടിക്കാൻ പറ്റുമല്ലോ. എല്ലാം ഇവിടുന്ന് ചുമക്കണ്ടല്ലേ. സോ ട്രക്കിങ്ങിനുള്ള ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ മാത്രമേ ഇതുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നോർമലി അവിടുന്ന് മേടിക്കും. ഓക്കെ, പിന്നെ നമ്മുടെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുന്ന് കാഠ്മണ്ഡു ഫ്ലൈറ്റാണ് എടുത്തത്. അത് ആദ്യം ഇന്ത്യൻ എക്സ്പ്രസ് എടുത്ത് അത് ക്യാൻസലായി. അവർ ഫുൾ റീഫണ്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടും അതിൽ ഒരു 8,000 രൂപ അവരെടുത്തു. അപ്പം 4 പേരുടെ ടിക്കറ്റിൽ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെടുത്തത് ഇന്ത്യൻ എയർവേസിലാണ് എടുത്തത്, ഇവിടുന്ന് കാഠ്മണ്ഡുവിലേക്ക്. പിന്നെ അതുപോലെ തന്നെ കാഠ്മണ്ഡുവിൽ നിന്ന് ലുക്ലായിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു അവിടുത്തെ 19,000, നമ്മുടെ 12,000 രൂപയാണ്. ഇവിടുന്ന് കാഠ്മണ്ഡുവിലേക്ക് ഒരാൾക്ക് 14,000 രൂപ അടുപ്പിച്ചായിട്ടുണ്ട്. പിന്നെ കുറേ ഫ്ലൈറ്റ് ഞങ്ങൾ 4 ക്യാൻസൽ ചെയ്തു, മാറ്റിയൊക്കെ ചെയ്ത്. അങ്ങനെ മൊത്തത്തോടെ ഈ ട്രെയിൻ ടിക്കറ്റ് തിരിച്ച് ഞങ്ങൾ ഗോരഖ്പൂർ വഴി തിരിച്ച് ട്രെയിനിലാണ് വരുന്നത്. അപ്പോൾ ആ ട്രെയിൻ ടിക്കറ്റ് ഉൾപ്പെടെ നമ്മൾ ചേഞ്ച് ചെയ്തതിന് നമുക്കൊരു 10-22,000 രൂപ നഷ്ടം വന്നിട്ടുണ്ട്. പിന്നെ ഇതുവരെ നമ്മളെ ടിക്കറ്റ് ഫെയർ മെഡിസിൻ ഉൾപ്പെടെ ഇതുവരെ ഉള്ള നമുക്ക് പെർ പേഴ്സൺ 55,000 രൂപ അടുപ്പിച്ചായിട്ടുണ്ട് ഇതുവരെ. അതായത് ഫ്ലൈറ്റ് ടിക്കറ്റ്, ട്രെയിൻ ടിക്കറ്റ്, ലുക്കുല ഫ്ലൈറ്റ് 3 ഫ്ലൈറ്റും ഒരു ട്രെയിനും കൂടി ചേർത്ത് 55,000 രൂപ ആയിട്ടുണ്ട്. ഞാൻ ഈ സാധനങ്ങളൊക്കെ മേടിച്ച് 2 പേർക്ക് കൂടെ ആയിട്ട് ഏകദേശം 60 അടുപ്പിച്ചായിട്ടുണ്ട്. 60 കഴിഞ്ഞു. ഒരാൾക്ക് 30 രൂപ അടുപ്പിച്ചായിട്ടുണ്ട്. ഇച്ചിരി എക്സ്പെൻസീവാണ്. നമ്മൾ ഈ പൈസ കൊണ്ട് ഒരുപാട് വേറെ സ്ഥലങ്ങൾ കാണാം. പക്ഷേ ഇതെൻ്റെ ഒരു ഡ്രീമാണ്. എനിക്കിനി പ്രായം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പോകാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയത്തില്ല. സോ ഇച്ചിരി എക്സ്പെൻസീവാണ്. നമുക്ക് എന്നെ സംബന്ധിച്ച് നല്ല എക്സ്പെൻസീവാണ്.
അപ്പം ശരി, യാത്രകളുടെ വിശേഷങ്ങളെല്ലാം കൃത്യമായിട്ട് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നതായിരിക്കും. ഓക്കെ. ഞാൻ ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയത്, ലുക്ല ഫ്ലൈറ്റിൽ നമുക്ക് 7 കിലോയെ എടുക്കാൻ പറ്റും. അതൊരു ചെറിയ ഫ്ലൈറ്റാണ്. 10 തൊട്ട് 12 വരെയാണ് ഒരു ഫ്ലൈറ്റിൽ ഇരിക്കുന്നത്. മോസ്റ്റ് ഡേഞ്ചറസ് എയർപോർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. സോ അതൊരു കുഞ്ഞ് ഫ്ലൈറ്റിലാണ് പോകുന്നത്. അതിലൊരു 7 കിലോയെ നമുക്ക് എടുക്കാൻ പറ്റും. അതൊരു 7 കിലോ ഞങ്ങൾ എടുക്കത്തുള്ളൂ. 2 പേരും കൂടി ചേർത്ത് 7, 14 കിലോ. അതാണ് ഈ വെയിറ്റ് കുറഞ്ഞ സാധനങ്ങൾ പ്രിഫർ ചെയ്യുക.